ഹലോ ഗൈസ്, നമ്മളുള്ളത് കോഴിക്കോട് SM സ്ട്രീറ്റ്. അതെ നമ്മള് കൊറേ കോഴിക്കോടൻ അൽവ പഠിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. കോഴിക്കോട് ആകെ ഉള്ള ടൂറിസ്റ്റ് സ്പോട്ടാണ് SM സ്ട്രീറ്റും പിന്നെ കുറച്ച് കോഴിക്കോട് ബീച്ചും. പിന്നെ നമ്മൾ ആരുടെ അടുത്തേലും എവിടെ കോഴിക്കോടുള്ള സ്പോട്ട് ചോദിച്ചാൽ അവരപ്പം വയനാട്ടിലെ സ്പോട്ടുകൾ അത് നമ്മൾ 2-3 പേരോട് ചോദിച്ചാൽ എല്ലാവരും വയനാട്ടിലോട്ടുള്ള സ്പോട്ടുകളാണ് ഗൈസ് പറയുന്നത്. അപ്പൊ കോഴിക്കോടുള്ള ഒരു സ്പോട്ടാണ് SM സ്ട്രീറ്റ്. നമ്മൾ ഇവിടെ വന്നതാണ് ഗൈസ്. പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഇതെന്താന്ന് പറഞ്ഞു പനശർക്കര, അരി, നെയ്യല്, മസാല ചേർത്ത്. ഇവിടെ കോഴിക്കോട് പഠിക്കാൻ 3 പേരും. അല്ല, ബാംഗ്ലൂർ. എന്തിനാ പഠിക്കുന്നത്? ഡാൻസ്. ഇതിന്റെ കോഴിയുടെയാണ് നമ്മളുടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേയൂര് കൊണ്ടുവരുന്ന അതന്നെ അതിന്റെ ഒരു ടേസ്റ്റ്, ഒരു നോർത്ത് ഇന്ത്യൻ സെപ്പറേറ്റ് ഫണ്ട് മാത്രല്ലടി, നമുക്ക് വീഡിയോ എടുക്കാൻ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. വ്ലോഗ് എടുക്കുന്നതിന് ഇത്രയും കൂടുതൽ റിയ എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്നുള്ളതാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. എല്ലാ കോർണറിന്നും നമുക്ക് കമേഴ്ഷ്യൽ സ്ട്രീറ്റ് ഇൻ ബാംഗ്ലൂരിലെ കമേഴ്ഷ്യൽ സ്ട്രീറ്റിന്റെ ഒരു മിനി വേർഷൻ. കൊള്ളാം, പക്ഷെ നല്ല വൃത്തിയുണ്ട്. സ്ട്രീറ്റില് ഇത്രയും വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഭയങ്കര തിരക്കും ക്രൗഡഡും. കുഴപ്പമില്ലാത്ത വൃത്തിയുണ്ട്. അവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഇവിടെ വൃത്തിയുണ്ട്. അവിടെ വൃത്തിയില്ലായ്മല്ല, അവിടെ എന്തൊക്കെയോ റോഡ് ശരിയാക്കാനും അതന്നെ വൃത്തിയില്ലായ്മ. ഇവിടെ കമ്പാരിറ്റീവ്ലി നമ്മള് പിന്നെ കേറിയത് എക്സിറ്റ് നിന്നാണ്. ഇപ്പൊ നമ്മൾ എൻട്രിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം തലതിരിച്ചേ ചെയ്യാറുള്ളൂ, ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം. പിന്നെ കൊറേ ചെരുപ്പുണ്ട്, ഡ്രസ്സുണ്ട്. പിന്നെ എല്ലാ കടയിൽ നിന്നും എല്ലാരും നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. കൊള്ളാം, ഐ ലൈക്ക് ഇറ്റ്. എല്ലാരും നമ്മളെ ഏച്ചിന്ന് വിളിക്കുന്നു ഗൈസ്. നമ്മളിപ്പോ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. അതെ, 90s കിഡ്സിന്റെ വിഷമം നിങ്ങൾ മനസ്സിലാക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുഞ്ഞുമക്കളൊക്കെ ആന്റീനെ വിളിച്ചു തുടങ്ങി. കുഞ്ഞുമക്കൾക്ക് നമ്മളെ നമ്മളിപ്പോ പേര് വിളിക്കാർക്ക് പ്രായമായ ഈ നമ്മളെ പ്രായത്തിലുള്ള ആൾക്കാർ കെട്ടിയില്ലേലും സൂക്ഷിച്ചോ, പണി വരുന്നുണ്ട്. 5 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും. നമുക്ക് അധികം ഒന്നും ഇല്ല. ഒരു റോഡ് ഇനി ഉള്ളിലോട്ടുണ്ടോന്ന് നമ്മുടെ സമരമാണോ? അങ്ങോട്ട് നോക്കട്ടെ. അവിടെ കൊറേ വെള്ളക്കുപ്പായിട്ട് എന്തോ ചെയ്യുന്ന പൈസയുടെ നമ്മുടെ പ്രൊസഷനാന്ന് തോന്നുന്നു. അതിനെന്താ മലയാളത്തിൽ പറയാ? ജാഥയാണ് ഗൈസ്. ജാടയല്ല, ജാഥ. ജാടയുള്ള ജാഥ. ബീച്ചിൽ കൂടെ പോയാലോ? ആടി. ക്ലൈമറ്റ് ചൂടെടുക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ വെയിലില്ല. ഞാൻ എടുക്കുന്നില്ല ഓട്ടോയിലേനി. എനിക്ക് ഭയങ്കര എവിടേക്കാ പോകുന്നേ? കോഴിക്കോട് ബീച്ച്. ഓ മാൻ, നമ്മളൊന്ന് ശരിക്കും ആ ഒരു അവിടോട്ട് പോകണ്ടെന്ന് വിചാരിച്ചതാ. പക്ഷെ ക്ലൈമറ്റിന്റെ ഒരു അനുഗ്രഹം കാരണം കാലാവസ്ഥ നമ്മൾ അനുഗ്രഹിച്ചു. കാലാവസ്ഥ എന്റെ മോളെ, ഇതിനൊരു അന്ത്യമില്ലേ? കാലാവസ്ഥ ഓക്കെ, ക്ലൈമറ്റ് അനുഗ്രഹിച്ചതാണോ എന്ന് നമുക്കറിയത്തില്ല. ബിക്കോസ് ഒരു ഹെവി റെയിനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. ചിലപ്പോ നമ്മള് മഴയിൽ കൊടുക്കും. ബിക്കോസ് നമ്മുടെ കയ്യിൽ കുട പോലും ഇല്ല. ഈ ലിപ്സ്റ്റിക് പശുതാക്കിയ പോലെ നമ്മൾ ഇന്നലെ പൊന്നുവിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് ലിപ്സ്റ്റിക് ആ കുട്ടിയുടെ ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ്. സാരമില്ല. മനസ്സിലാക്കിയെടുത്തോളം ഈ കോഴിക്കോടുള്ള ടൂറിസ്റ്റ്
സ്പോട്ടില്ലേ എല്ലാം 5-5 മിനിറ്റിന്റെ ഡിഫറൻസിൽ നിങ്ങൾക്ക് കിട്ടും. ആകെ 3-4 സ്പോട്ടേ ഉള്ളൂ. ആ 3-4 സ്പോട്ടും 5 മിനിറ്റില് കവർ ചെയ്യാൻ പറ്റുന്ന, ഐ മീൻ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസിലാണുള്ളത്. പിന്നെ SM സ്ട്രീറ്റ് ഭയങ്കര കുഞ്ഞി. ചേച്ചിമാരൊക്കെ നോക്കി ചിരിക്കും. ഞാൻ 10ന് പഠിക്കുമ്പോ കോഴിക്കോട് വെച്ചായിരുന്നു യൂത്ത് ഫെസ്റ്റിവല്. അപ്പൊ ഈ റോഡ് നേരെ പോയിട്ട് എനിക്ക് ഓർമ്മയാണ് നമ്മൾ വരുന്നത്. കുറച്ച് ഈ റോഡ് നേരെ പോയിട്ട് അങ്ങോട്ട് എവിടെയോ നമ്മള്. എടി നീ അന്ന് വന്നപ്പോഴുള്ള സ്ഥലം അതുപോലെ തന്നെ ഉണ്ടെടി. എനിക്ക് ഓർമ്മയില്ല അങ്ങനെ, പക്ഷെ എനിക്ക് ഈ ബീച്ചൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് ഉള്ള പോലെ തോന്നുന്നു. ഇവിടെയൊക്കെ കുറച്ചും കൂടെ ഡെവലപ്ഡ്, കുറച്ച് തിട്ടയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ് ഗൈസ്. ബീച്ച് അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ 2 ഡെസ്റ്റിനേഷൻ നമ്മൾ കവർ ചെയ്തു. ഈ ഇവിടുത്തെ ഉപ്പിലിട്ടതാണ് നമ്മുടെ ലക്ഷ്യം. അടുത്ത എനിക്ക് പൈനാപ്പിൾ വേണം. എനിക്ക് പൈനാപ്പിൾ. എനിക്ക് മാങ്ങ വേണം. എടി ലൈറ്റിന്റെ പ്രശ്നമാണോ? ആയിരിക്കും. എന്റെ ലൈറ്റ് ഒന്നിനെടുത്തോ. നിനക്ക് മാങ്ങയല്ലേ? ഏത് ഇതാണ്. പൈനാപ്പിളിന് കുറച്ച് മധുരം കുറവാണ്. മൂക്ക് കയറിയാ ഭയങ്കര പുളിയല്ലേ? ഇച്ചിരി മധുരം ഉണ്ടാവില്ലേ? ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യം പറയട്ടെ. കോഴിക്കോട് വന്നിട്ട് കോഴിക്കോട് കുറെ പുതിയ ജനറേഷൻ കുട്ടികൾ ഉണ്ടായിരുന്നു. എവിടെ നോക്കിയാലും കുട്ടികളടി, ഒരു ലോഡ് കുട്ടികളടി കോഴിക്കോട്. എവിടെ നോക്കിയാലും കുട്ടികളാണ് ഗൈസ് കോഴിക്കോടുള്ളത്. നമ്മുടെ ഏജിലുള്ള ആൾക്കാരൊക്കെ കുറഞ്ഞു വരുന്നു, അമ്മാവന്മാരൊക്കെ കൂടി വരുന്നു, കുഞ്ഞു മക്കളും കൂടി വരുന്നു ഗൈസ്. ഇതെന്താ ബാക്കില്? മാങ്ങയ്ക്കാണ് ടേസ്റ്റ്. അവിടെ ഞാൻ പറഞ്ഞായിരുന്നു നിന്റെ അഭിപ്രായം എന്താ? കുഞ്ഞു മക്കൾ കൂടി വരുന്നില്ലേ കോഴിക്കോട്? ചേച്ചിമാരും ചേട്ടന്മാരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യണം. ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു ഗൈസ്. ആക്ച്വലി കുട്ടികള് കുറെ ഉണ്ട്. വേറൊരു കാര്യം പറ. അതെന്താന്ന് വെച്ചാൽ വെക്കേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് ഏടെ മുക്കിയാൽ കുട്ടികളെ കാണാൻ പറ്റും. 1.5-2 വയസ്സുള്ള പ്രായമുള്ള കുട്ടികൾക്ക് വെക്കേഷൻ. ഇത് സിംഗിളാന്ന് തോന്നടിയേ. ഞാൻ കൊറേ നേരത്തെ കണ്ടായിരുന്നേ ഒരു വെള്ള കളർ ഇതേപോലത്തെ. ഞാൻ വിചാരിച്ചു ഇത് ഏത് പക്ഷിയാ, ഇതൊക്കെ അവളുടെ ഡൗട്ട്. അവളുടെ ഡൗട്ട് ഏടാ സിംഗിൾ ആന്ന് തോന്നുന്നത്. കാക്കയ്ക്ക് അല്ലടി, എല്ലാം ഈ ബീച്ചിലുള്ള എല്ലാം സിംഗിളാണ്. വേറൊരു സിംഗിൾ കുട്ടീനെ കണ്ടു. ശരിയാ, സിംഗിളാ ഇടയ്ക്കിടെ. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കല്ലുമ്മക്കായന്റെ മണം. കടലമ്മ കള്ളിന്ന് എഴുതിയാല് വലിയ പേര് വന്നിട്ട് അത് മായ്ച്ചളയും. ഏത് ഭാഷയിൽ എഴുതണം? മലയാളത്തില്. ഓക്കെ. നീ പിന്നെ കേരളത്തിൽ വന്നിട്ട് ഇംഗ്ലീഷിൽ കടലമ്മ ഇല്ല. ഒരുപാട് പോണ്ടേ? പാറുന്റെ പക എന്തെങ്കിലും തെരയാണ് ഉള്ളത്. പക്ഷെ കൊല്ലത്തെ വൈലറ്റ് ആണ്. കൊല്ലത്തൊക്കെ ആരാ ജീവിക്കുന്നേ? നമ്മള് അവിടെ പോയി വൈലന്റ് തെരയാടി. ഇത് നോക്ക്, നമ്മുടെ തെര അവിടുന്ന് മറ്റേ കാറി പൊളിച്ചവരാ. കോഴിക്കോടുള്ള തിരക്കൊക്കെ എന്റെ സ്വഭാവമാണ്. അയ്യോ, ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു തരും ഗൈസ്. 40 രൂപ കൊടുത്താൽ മതി. നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഇപ്പൊ കാണാം. അപ്പൊ
അപ്പോഴേക്കും അയാള് തിരക്കായി. ഓക്കെ മഞ്ഞ ഫ്ലൂറിസം വെച്ചു. ഓന എടി ഓന ഏകദേശം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നതായിരുന്നു. കണ്ണാടി നേരത്തെ അയാള് ഷാരൂഖ് ഖാൻ ബോസിലായിരുന്നു. കാണുന്ന ചേട്ടന്മാരുടെ കയ്യിൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചേട്ടന്റെ നമ്മൾ മറ്റേ പാവയുടെ ഇതൊരു തക്കുടയാണ്. നമ്മൾക്ക് അവർ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ അവരോട് ഒരു അവരുടെ കൂടെയല്ല ഫോട്ടോ എടുത്തത്. അതോടെ നമ്മൾ ഫോട്ടോ എടുത്തത്. വീഡിയോ नहीं भैया, फोटो दे दो भैया. അല്ല എടുത്തു ഇതാ വരുന്നു ഗൈസ്. ഫോട്ടോ വന്നോണ്ടിരിക്കുകയാണ്. വയറ് പാറുടെ വയറ് ഇപ്പൊ ശരിയാക്കി തരാം ഗൈസ്. ഓ ഫോട്ടോ സീൻസ് കൊള്ളാം. താങ്ക് യു ഭയ്യ. താങ്ക് യു. വെൽക്കം. ല്ലേ എത്രയാ നിങ്ങളെ ഓഫർ പറയേ? ഓഫർ എത്രയാ? സംഭവം എന്താ പറയാ, ഞാൻ അതിൽ പൈസ ഇല്ല. ഏജ് അത് നമ്മൾ അക്സെപ്റ്റ് എത്രയാന്ന് പറയട്ടാ? ഒരാൾക്ക് 250. ഏടെ വരെ കൊണ്ടുപോകും? 200. ഏടെ വരെ പോയാലും 250. അവിടെ വരെ പോവോ? നീന്താൻ അറിയൂല. അല്ല എന്നാലും വീണ് പോയാലേ പറ നിങ്ങളെ അഡ്രസ് ഉണ്ടാവില്ല പിന്നെ. ഗൈസ് നമ്മളൊരു വെള്ളം കുടിച്ചിട്ട് നേരത്തെ പറഞ്ഞ ചോട്ടാനേ ഭയ്യ. താങ്ക് യു. ആ കാണുന്ന ബോട്ടിലാണ് ഗൈസ് നമ്മൾ പോവാൻ പോകുന്നത്. റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് ഈ ചേട്ടൻ വണ്ടി നടുക്കടലിലാണ് ഗൈസ്.